കേരളത്തിലെ ആകെ വികസനത്തിൻ്റെ രക്തവും ശ്വാസവും ധനകാര്യമാണ് എന്ന് നമുക്കറിയാം. എല്ലാ വകുപ്പുകളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സ് എത്തിക്കുക എന്നുള്ളതാണ് കലവറക്കാരൻ്റെ ജോലിയാണ് ധനകാര്യ വകുപ്പിൻ്റെ. പക്ഷേ കലവറക്കാരന് വാസ്തവത്തിൽ സാധനങ്ങൾ തികയാതെ വരുമ്പോൾ വിമർശനം കേൾക്കുകയും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ വിളമ്പുന്ന ആളുകൾക്ക് കിട്ടുകയും ചെയ്യുക എന്നുള്ളത് എപ്പോഴും സ്വാഭാവികമാണ്. പക്ഷേ ഈ കലവറ നല്ലതുപോലെ സൂക്ഷിക്കുക എന്നുള്ളത് ഏതൊരു നാടിൻ്റെയും പ്രത്യേകതയാണ്. ആ കലവറ എങ്ങനെ കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട തരത്തിലേക്ക് വരുന്ന നാളുകളിൽ കൊണ്ടുപോകാൻ പറ്റും. എല്ലാ മേഖലയിലും നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ വലിയ തോതിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസാണ്, വികസന കാര്യങ്ങളാണ്. വിജ്ഞാന മേഖലയിലെ വെറും വെൽഫെയർ അല്ല, വിജ്ഞാന മേഖലയിലുള്ള വലിയ കുതിച്ചുചാട്ടമാണ്. വിജ്ഞാനം ഒരു മൂലധനം എന്ന നിലയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഗുണം നല്ലതുപോലെ കിട്ടിത്തുടങ്ങുന്ന അതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരാളെ പോലും പൊതുവികസനത്തിൽ നിന്ന് മാറ്റി നിർത്താതെ എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിക്കുന്ന നമ്മുടെ വികസന മോഡലാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ രാഷ്ട്രങ്ങളുടെ വരുമാനം നമുക്കില്ല, പക്ഷേ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളെക്കാളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ പുറകിലല്ല എന്ന് മാത്രമല്ല, പലതിലും ഇപ്പം മുൻപിലാണ്. ശിശുമരണ നിരക്കിൻ്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളെക്കാളും നമ്മൾ മുകളിലാണ് എന്നുള്ള കണക്കുകൾ വന്നു. ഇന്ത്യൻ ശരാശരിയേക്കാളും വളരെ മുകളിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽഫെയർ ടു ഫെയർവെൽ എന്ന് പറഞ്ഞാൽ അവസാനം വരെ, ജനിക്കുന്ന സമയം മുതൽ ഏറ്റവും അവസാന യാത്ര വരെ മനുഷ്യൻ്റെ ജീവിതത്തിനൊപ്പം നിൽക്കുന്നതാണ് കേരളീയ സമൂഹം, കേരളത്തിൻ്റെ സംസ്കാരം. അതിനെ എങ്ങനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ചെയ്യേണ്ട ഏറ്റവും പുതിയ കാലത്തെ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ജാതി പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് എല്ലാ മേഖലയിലുമുള്ള നിരവധി നേട്ടങ്ങളുണ്ട്. കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും വിദ്യാഭ്യാസ നേട്ടങ്ങളും വ്യാപനങ്ങളുമൊക്കെ എടുത്തു പറയേണ്ടതില്ല. കേരളം പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല. അത് നമ്മൾ ഓർക്കാൻ വേണ്ടി മാത്രം. കേരളത്തിൽ വന്നിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരള ഈസ് എ ലുണാറ്റിക് അസൈലം, ഒരു ഭ്രാന്താലയം. കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥിതി തൊടിയിലും തീണ്ടലും ഒക്കെ 100 വർഷത്തിനപ്പുറമാണ്. ആ കേരളം അന്ന് അങ്ങനെ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പിന്നണിയിൽ കിടന്നിരുന്നൊരു സ്ഥലത്തെ പിന്നീട് ഇവിടേക്ക് വന്ന അതേ ബംഗാളിൽ നിന്ന് വന്ന ലോകപ്രശസ്തനായ നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ പറഞ്ഞു, കേരള മോഡൽ ഈസ് എ ഗുഡ് മോഡൽ. കാരണം ഈ ഇടത്തരം വരുമാനമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും സാമൂഹ്യ സൂചികകൾ മെച്ചപ്പെട്ടത് ഇവിടെയാണ്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം. അതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ 70കൾ വരെ ഇന്ത്യയിലെ ഏറ്റവും ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ ശരാശരി ആളോഹരിയേക്കാളും 10-30% കുറവായിരുന്നു കേരളത്തിൻ്റെ ആളോഹരി. ഇപ്പോൾ ഇന്ത്യൻ ശരാശരിയേക്കാളും 50-60% അധികമാണ് എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള 4-5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിലുണ്ടായി. ഇതെല്ലാം വലിയ ക്യാപിറ്റൽ മൂലധനം വലിയ തോതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ നമ്പറിൻ്റെ വർധന അല്ല എന്നുള്ളതാണ്. നമുക്ക് വൻ നഗരങ്ങളെടുത്താൽ ആ നഗരങ്ങളിലെ നെറ്റ്വർത്താണ്. ഞാൻ ഇപ്പോൾ ബോംബെ എടുത്താൽ, മഹാരാഷ്ട്ര എടുത്താൽ, കർണാടകത്തിലെ ബാംഗ്ലൂർ എടുത്താലൊക്കെ നഗരങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ GST നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന 60-70% അത്തരം നഗരങ്ങളിൽ നിന്നാണ്, അത്തരം സംസ്ഥാനങ്ങളിൽ. പക്ഷെ നമുക്ക് നമ്മുടെ വെൽത്ത് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സൗകര്യങ്ങൾ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതാണ് കേരളം ഈസ് എ ബിഗ് സിറ്റി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രാമം എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള മാറ്റം. അത് മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ പശ്ചാത്തലം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പണം മുടക്കിയത് വിദ്യാഭ്യാസ വ്യാപനത്തിനാണ്, ആരോഗ്യരംഗത്തിനാണ്. അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുടക്കുന്ന ശമ്പള ചെലവിൻ്റെ 50%-ലധികം അധ്യാപകർക്കുള്ള ശമ്പളമാണ്. ആകെ ശമ്പളത്തിൻ്റെ 50% അധ്യാപകർക്കാണ് എന്നുള്ളത് തന്നെ നമ്മുടെ ആ പ്രയോറിറ്റീസ് വ്യക്തമാക്കുന്നതാണ്. ആരോഗ്യരംഗമാണ് രണ്ടാമത് ചിലവാക്കുന്നത്. അപ്പം ഇങ്ങനെ ചിലവാക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് പ്രവാസികളുടെ വലിയ മുന്നേറ്റം, പ്രവാസി രംഗത്തുള്ള മുന്നേറ്റം നമുക്ക് അറിയുന്നതാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിലെ ആകെ വരുന്ന പ്രവാസി വരുമാനത്തിൻ്റെ, നമ്മുടെ GSDPയുടെ 23% വരെ പ്രവാസികളുടെ വരുമാനത്തിൽ നിന്ന് വന്നു. ഇന്ത്യയിലെ ആകെ വിദേശ റെമിറ്റൻസിൽ 22% നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെയാണ് എന്ന നിലയിൽ വന്നതൊക്കെ നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറേ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുതിയൊരു സാഹചര്യമുണ്ട്. അത് പ്രവാസം പഴയതുപോലെ പറ്റുമോ എന്നുള്ള ആശങ്ക നിൽക്കുകയാണ്. US ഉൾപ്പെടെ ട്രംപ് താരിഫ് വന്നപ്പോൾ വെറും താരിഫല്ല, റേറ്റുകൾ മാത്രമല്ല, ഈവൻ മൈഗ്രേഷനെ ബാധിക്കും. നമ്മുടെ US വിസയ്ക്ക് ഫീസുകൾ വർദ്ധിപ്പിക്കുന്ന ഏകദേശം 1 കോടി രൂപ വരെ വരും എന്നൊക്കെയുള്ള ആശങ്കകൾ വരികയാണ്. അപ്പോൾ ലോകത്താകെ ഇത്തരം കാര്യങ്ങൾ വരുന്നു, ആശങ്കകൾ വരുന്നു. ചരിത്രത്തിലില്ലാത്തതുപോലെയാണ് UK ഈ അടുത്ത കാലത്ത് പുറത്തുനിന്നുള്ള ആളുകൾക്കെതിരായിട്ടുള്ളൊരു വലിയ സമരം നടന്നത്. അത് 1.5 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു സമരമായിരുന്നു. അതിനകത്ത്
പ്രധാനപ്പെട്ട ഡിമാൻഡ് പുറത്തുനിന്നുള്ള മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യേണ്ട എന്നുള്ളതാണ്. ആലോചിക്കണം, ഓർക്കണം, ഏറ്റവും വലിയ രാഷ്ട്രീയ എതിർപ്പുകൾ അവർക്ക് വരുമ്പോഴും പഴയ UK-യിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടി പഠിക്കാനും താമസിക്കാനും ആളുകൾ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ് UK. കാൾ മാർക്സിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാലം. കമ്മ്യൂണിസ്റ്റുകാരെ UK അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഗവൺമെൻറ് അനുകൂലം, പക്ഷേ അദ്ദേഹം അവിടെയാണ് താമസിച്ചത്. ഇതുപോലെ ഇപ്പോഴും ധാരാളം ആളുകൾ താമസിക്കുന്ന UK-യിൽ വളരെ അപൂർവമായി മാത്രമേ ഇത്തരം സംഭവം ഉണ്ടായിട്ടുള്ളൂ. ആ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന പ്രവാസികൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തെല്ലായിടത്തു നിന്നുള്ളവർ അവരുടെ ജോലി കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ടാണ് UK-യിൽ ആ സമരം നടന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ ടെക്നോളജി മേഖലയിലെ വളരെ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം നേരിട്ട് പങ്കെടുത്തില്ല. ഇലോൺ മസ്ക് ഓൺലൈനായിട്ട് പ്രസംഗിച്ചു, നിങ്ങളുടെ ഈ സമരം വളരെ ന്യായമാണ്, ആളുകൾ പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അത് കാണിക്കുന്നൊരു കാര്യം എന്താ, വല്ലാത്തൊരു റീജിയണലിസം, ഗ്ലോബലൈസേഷൻ അല്ല. ഗ്ലോബലൈസേഷനൊക്കെ ടെക്നോളജിയും ടെക്നിക്കലിയും പറഞ്ഞു, പക്ഷേ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് അത് പറ്റാതെ വരുമ്പോൾ ദർ ഇസ് എ വെരി ഷാർപ്പ് റീജിയണലിസം ഈസ് ഡെവലപ്പിംഗ് ഇൻ ദ വേൾഡ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ഭാവിയെ സംബന്ധിച്ചൊരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. സോ നമ്മുടെ പ്രവാസികൾ ഉൾപ്പെടെ നമ്മുടെ ഡെമോഗ്രഫിയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇത് പ്രവാസികൾ പുറത്തേക്ക് പോകുന്നുണ്ടാകുമ്പോൾ നമ്മുടെ ജനസംഖ്യയിലും ഡെമോഗ്രഫിയിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്, അതും സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ സാഹചര്യം നമ്മൾ പുതിയ സാഹചര്യത്തിൽ നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകണം. കേരളം ആകെ തകർന്ന് സാമ്പത്തികമായി പുറകോട്ട് പോയിരിക്കുകയാണോ, സാമ്പത്തിക തകർച്ചയാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കേൾക്കുന്നത് ശരിയല്ല എന്ന് കഴിഞ്ഞ ദിവസം CN തന്നെ പറഞ്ഞു. ഇവിടെ നേരത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞു, കേരളം കടം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലല്ല, അപകടക്കെടിയിലല്ല എന്ന് മലയാളത്തിലെ ചില പ്രമുഖ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ആദ്യം അവർ റിപ്പോർട്ട് ചെയ്തു നവകേരള കടം, കേരളത്തിൻ്റെ പടം വരച്ചിട്ട് ഇത് മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ കടം അപകടകരമല്ല. CN ഞങ്ങൾക്ക് വി ആർ വെരി താങ്ക്ഫുൾ ടു ദം, ബിക്കോസ് ആ വസ്തുതകൾ അവർ റിപ്പോർട്ട് ചെയ്തല്ലോ. കാരണം CN ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു കേരളത്തിൻ്റെ കടം അങ്ങനെ അലാമിംഗ് ആയിട്ട് വർദ്ധിക്കുന്നില്ല. പക്ഷേ കടമുണ്ട്. ഇവിടെ പറഞ്ഞ കണക്കുകളോട് വെച്ച് വേണം എങ്ങനെയാണ് കേരളത്തിൻ്റെ സ്കോപ്പ്. ഇവിടെ ഫിനാൻസിൻ്റെ രംഗത്തെ എക്സ്പെർട്സ് ഉണ്ട്, ബിസിനസ് രംഗത്തെ എക്സ്പെർട്സ് ഉണ്ട്. നമുക്കിപ്പോൾ ആകെയുള്ള സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ, ആകെ ഇന്ത്യ ഗവൺമെൻറ് മൊത്തം കണക്കെടുക്കുമ്പോൾ 15ാം ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞൊരു കണക്കുണ്ട്, നിങ്ങളുടെ രാജ്യത്തെ ആകെ ചെലവിൻ്റെ ഏകദേശം 65% ചെലവാക്കുന്ന 63% ചെലവാക്കുന്നത് സംസ്ഥാനങ്ങളാണ്. സോ ദ ഫിനാൻഷ്യൽ ബർഡൻ ഈസ് വിത്ത് ദ സ്റ്റേറ്റ്സ്. And out of the total revenue, around 63% is collected by the union. This has happened after the GST introduction. അത് കൂടി ഇത്രയും പണം ഒരുമിച്ച് അവർ മേടിക്കുന്നു, പക്ഷേ ചിലവാക്കേണ്ടത് സംസ്ഥാനങ്ങൾ ചിലവാക്കണം. ഇതെല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ആകെ ഫിനാൻഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പെട്രോള്, ഡീസല്, മദ്യം, ഇതേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും ടാക്സ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ വളരെ മൈക്രോ ചെറിയ സാധനങ്ങളാണ്. ഇപ്പോൾ ആശുപത്രി പോകുന്ന കാർഡിന് പണം കൂട്ടിയിട്ട് അഡ്മിഷൻ കാർഡിന് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് മേടിക്കാൻ പറ്റുന്നില്ല. GST നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ RNR 14% മേളിലായിരുന്നു. 100 രൂപയുടെ സാധനം മേടിച്ചാൽ ഒരു സ്റ്റേറ്റിന് ടാക്സ് കിട്ടുന്നത് 14 രൂപ മേളിലായിരുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് GST നമ്മൾ ഒപ്പിട്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞു, മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ആവറേജ് ഗ്രോത്ത് പെർ ആനം വാസ് 14%. ചില സംസ്ഥാനങ്ങൾക്ക് 14, 15, 16 ഉണ്ടായിരുന്നു. പക്ഷേ 14% ഇയർ ടു ഇയർ ഇൻക്രീസ് തരാം എന്നുള്ള കണ്ടീഷനാണ്. പക്ഷേ 2 സമയത്ത് GSTയുടെ റേറ്റ് കുറച്ചു. ഇപ്പോൾ GST കൗൺസിലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവർക്ക് പങ്കാളിത്തമുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കാൻ പറ്റുക. നേരത്തെ 2019 കുറച്ചതിൻ്റെ ഭാഗമായി 178 ഐറ്റങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ അത് വ്യക്തികൾക്ക് കിട്ടുന്ന കസ്റ്റമർമാർക്ക് ഈ വില കുറഞ്ഞിട്ടില്ല. ദ ബെനഫിറ്റ് ഓഫ് ടാക്സ് റിഡക്ഷൻ ഹാസ് gone to big manufacturers. That was the study held by our department. And recently, more than 450 items ഈ റേറ്റ് റിവിഷൻ വന്നു. ഞങ്ങൾ റേറ്റ് റിവിഷനെതിരെ ഒന്നും പറഞ്ഞില്ല. 8 സംസ്ഥാനങ്ങൾ പ്രത്യേകം ഞങ്ങൾ യോഗം കൂടിയിട്ട് പറഞ്ഞു, യെസ് റേറ്റ് റിവിഷൻ ക്യാൻ ബി ദർ, നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്തോളൂ. ബട്ട് 2 things you have to ensure. One, the rate cut, the benefit should go to the common consumer. Around 2 lakh crores കുറവ് വരുമെന്നാണ് ഞങ്ങൾ കിട്ടിയ പല കണക്കുകളുണ്ട്. 45,000 മുതൽ ഞങ്ങളുടെ ഒരു കണക്ക് ഇതാണ്. കേരളത്തിന് 8,000 crores to 10,000 crores per annum നമുക്കിപ്പോൾ കിട്ടിക്കുന്ന GSTP കുറയും, നമ്മുടെ GST കുറയും. എല്ലാ സ്റ്റേറ്റിനും ഈ പ്രശ്നമുണ്ട്. GST
കൗൺസിൽ യോഗത്തിന് മുമ്പ് കൂടിയ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിൽ മിക്കവാറും സ്റ്റേറ്റുകൾ ഈ ആശങ്ക പറഞ്ഞു, പ്രത്യേക സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ നഷ്ടം വരുമ്പം ആ GST നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യണം സ്റ്റേറ്റുകളെ. അതിന് ചില പ്രൊവിഷൻസ് ഉണ്ട്, ഫണ്ടുണ്ട്. ഈ രണ്ട് കാര്യം ഞങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഫർദർ ഈ വർഷം തന്നെ ഒരു 5,000 crores റിഡക്ഷൻ വരും. ആനുവലി 10,000 crores നഷ്ടം വരും. ഇങ്ങനൊരു സ്ഥിതിയിലാണ് ഫിസ്ക്കൽ സിറ്റുവേഷൻ. കേരളത്തിന് ഒരു കാര്യം കൂടി പറയാതെ പോകാൻ പറ്റില്ല. കേരളത്തിന് 10th ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് ടോട്ടൽ കേന്ദ്ര ഗവൺമെൻറ് താഴോട്ട് കൊടുക്കുന്ന പണം ഓരോ സമയത്തും അവർ തീരുമാനിക്കാറുണ്ട് ഫിനാൻസ് കമ്മീഷൻ. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ 15th ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശം ആകെ ഇന്ത്യ ഗവൺമെൻറ് കിട്ടുന്നതിൻ്റെ 41% താഴോട്ട് കൊടുക്കണം. അതിൻ്റെ ഫോർമുലയുണ്ട്. ഈ കൊടുക്കുന്ന തുകയിൽ കേരളത്തിന് ഇപ്പം കിട്ടുന്നത് 1.92% ആണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 1 രൂപ 90 പൈസ കിട്ടും. പക്ഷേ തൊട്ട് മുമ്പ് അത് 2.5 രൂപയായിരുന്നു. അതിനു മുമ്പ് അത് 3 രൂപ 80 പൈസയായിരുന്നു. എന്ന് പറഞ്ഞാൽ 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 3 രൂപ 80 പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം കിട്ടുന്നത് 1 രൂപ 92 പൈസയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പൈസയുടെ കണക്ക് ഞാൻ പറയുമ്പോൾ വളരെ ചെറുതാണ്. ഈ 1 രൂപ 92 പൈസ വെച്ച് ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയത്, കറണ്ട് ഇയറിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 27,000 കോടി രൂപയാണ്. ഈ 27,000 കോടി രൂപയ്ക്ക് പകരം അതിൻ്റെ ഇരട്ടി 54,000 കോടി കിട്ടേണ്ടതാണ് 10th ഫിനാൻസ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച്. കാരണം ഇത് ക്രൈറ്റീരിയ പലതും മാറ്റിയിട്ടാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു കുറവുണ്ട്. GST ആകെ കിട്ടിക്കൊള്ളുന്ന നികുതി വരുമാനം GST ആണ്. അത് പഴയ സെയിൽ ടാക്സ്. നേരത്തെ നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് 1 രൂപ ടാക്സ് കിട്ടുമായിരുന്നെങ്കിൽ നൗ ദ ടാക്സ് ഈസ് ഗോയിങ് 50 പൈസ ടു ദ സെൻറ്റർ ആൻഡ് 50 പൈസ ടു ദ സ്റ്റേറ്റ്. ഏർലിയർ ഇറ്റ് വാസ് ടോട്ടലി ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതെല്ലാം സ്റ്റേറ്റിനെയും ബാധിക്കുന്നത്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ക്വസ്റ്റ്യൻ വളരെ സീരിയസ് ആണ്. ഇതിനൊപ്പമാണ് ബോറോയിങ്. 2017 വരെ നമ്മുടെ ജീവനക്കാർ ധാരാളം ആളുകളുണ്ട്. ഇവർ PF പണം ഇട്ട് കഴിഞ്ഞാൽ അത് ബോറോയിങ് ആയിട്ട് കണക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ട്രഷറി കിടക്കുന്ന PF ട്രഷറി കിടക്കുന്ന ഏത് പണവും സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കൂട്ടും. അങ്ങനെ ഉള്ള സ്പേസ് കുറച്ചു. രണ്ടാമത് കിഫ്ബിയും പെൻഷൻ കമ്പനി നമ്മൾ രൂപീകരിച്ചാണ്. കാരണം കിഫ്ബി ഒരു കുറേയേറെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി പോലൊരു സംവിധാനമാണ്. ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി നടത്താവുന്ന വലിയ തോതിൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തതാണ്. ആ കിഫ്ബി വഴി നമ്മൾ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. NHന് കൊടുത്ത പണം ഉൾപ്പെടെ കിഫ്ബി വഴിയാണ് നമ്മൾ മാനേജ് ചെയ്തത്. ഇപ്പോൾ ആ കിഫ്ബി വഴി എടുത്ത കടം മുഴുവനും സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കണക്കാക്കി കിഫ്ബിയുടെ ആ ലിവറേജും പോയി, പെൻഷൻ കമ്പനിയുടെ ലിവറേജും പോയി. ഇത് രണ്ടും നമ്മൾ കൊടുത്തു തീർക്കുന്നതാണ്. ആ ലിവറേജ് പോയതിൻ്റെ ഭാഗമായിട്ട് എന്താ, ഇപ്പോൾ വാട്ട് എവർ വി ആർ സ്പെൻഡിങ് അറൌണ്ട് 10,000 crores ഇഫ് വി ആർ സ്പെൻഡിങ് ഇൻ ദിസ് ഇയർ, it is coming out of the state budget. That space is also squeezed. So ഇത്രയും വലിയ വെട്ടിക്കുറവ് വരുന്ന സമയത്താണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നേരത്തെ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 ഗവൺമെൻറ്റുകളുടെ കണക്കെടുത്താൽ ഓരോ 5 വർഷവും സംസ്ഥാനത്തിൻ്റെ ബോറോയിങ് 90% to 100% ഇൻക്രീസ് ചെയ്യും. കാരണം ഇൻഫ്ലേഷനൊക്കെ അങ്ങനെ ഉണ്ട്. എടുക്കുന്നതിൻ്റെ കണക്കുണ്ട്. നമുക്ക് 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 3% എടുക്കാവൂ കടം. നിങ്ങൾ വീട് ലോണിൽ അതിനേക്കാളും കൂടുതൽ എടുക്കുന്നില്ല ഓരോ വർഷവും. 1 ലക്ഷം രൂപ GSDP ഉള്ള സ്റ്റേറ്റിന് 3% പറ്റൂ. 1 ലക്ഷം രൂപ ആകെ GSDP ഉള്ള സ്റ്റേറ്റിന് മാക്സിമം 30% എടുക്കാൻ പറ്റൂ ആകെ കടം. ഈ കടത്തിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നതിനകത്തും വെട്ടിക്കുറച്ചിട്ട് വന്നതാണ്. ഉമ്മൻചാണ്ടി VS ഗവൺമെൻറ്റിൻ്റെ സമയത്തുനിന്ന് അന്നത്തെ അവസാനത്തെ വർഷം 80,000 കോടിയായിരുന്നു, 86,000 കോടിയായിരുന്നു സ്റ്റേറ്റിൻ്റെ ആകെ കടം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 1,56,000 കോടിയായി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കഴിഞ്ഞിട്ട് തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, 1ാം പിണറായി സർക്കാർ വന്നു. അതിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 2,96,000 കോടിയാണ്. അത് എല്ലാം 90% അടുത്താണ് ഇൻക്രീസ്. ഇപ്പോൾ വരുമ്പോൾ അത് 6 ലക്ഷം കോടി ആവേണ്ടതാണ്. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞു. അത് ഈ ഫിനാൻഷ്യൽ ഇയറോടെ കഴിയുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കുമ്പം 4,70,000 കോടി ആവത്തുള്ളൂ. VK മാത്യൂസ് അദ്ദേഹം കൈയടിക്കുന്നുണ്ട്. പക്ഷേ 1,25,000 കോടി ഓവർ ദ 5 years വാസ് കട്ട്. ദാറ്റ് മീൻസ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനി DA കുറച്ച് കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് ആകെ ഉള്ള ഒരു ബാധ്യതയുള്ളത്. അതുകൊണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ കടം കൂടി കൊടുത്തു തീർക്കാൻ 30,000 crores മാത്രമേ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് കാണൂ. അവിടെയാണ് ഒരു വർഷം ഏകദേശം 50,000 കോടി രൂപ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബോറോയിങ് പ്ലസ് ഡിവിസീവ് പൂൾ ഫ്രം ടാക്സ് ഒരു വർഷം 50,000 കോടി വെച്ച് കുറഞ്ഞാൽ 2,50,000 in 5 years ഈസ് റെഡ്യൂസ്ഡ്. അത് എത്രത്തോളം നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഫിനാൻസ് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എത്രയോ മേഖലകളിൽ നമുക്ക് പുതുതായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ പറഞ്ഞത് ന്യായമായി ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഫിനാൻഷ്യലി ഈ സാഹചര്യത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്കൊരു നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താണ് ഫിനാൻസിൻ്റെ സ്ഥിതി പോകുന്നത്. അത്
എങ്ങനെ ഇനി കൂടുതൽ മെച്ചപ്പെടാം? ഒന്നാമത്തെ കാര്യം പറയാം, ധാരാളം എന്താണ് വിഷൻ എന്ന് പറയുമ്പോൾ, നമുക്ക് തമിഴ്നാട്, കേരളം, കർണാടകം, മറ്റ് സ്റ്റേറ്റുകളൊക്കെ നോക്കുമ്പം കേരളത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സ്റ്റാഗ്നേഷൻ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഗ്രോത്ത് കുറഞ്ഞു. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഓൾ ഇന്ത്യ ഗ്രോത്തിനേക്കാൾ അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്തു. ലോകത്തെ ആകെ എക്കോണമി നോക്കുമ്പോൾ പബ്ലിക് സ്പെൻഡിങ് അല്ലെങ്കിൽ പിന്നെ പബ്ലിക് ഫൈനാൻസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എനി കൺട്രി. അമേരിക്കയുടെ റൂസ്വെൽറ്റിൻ്റെ എക്കണോമിക്സ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഏറ്റവും വലിയ തകർച്ചയെ അവർ നേരിട്ടത് പബ്ലിക് സ്പെൻഡിങ്, റെയിൽവേയും റോഡും ഒക്കെ നിർമ്മിച്ചത് ആ സമയത്താണ്. ദ ന്യൂ ഡീൽ എന്നല്ലേ അതിൻ്റെ പേര്. ആ തരത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കോളൂ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് പലതും, ഇപ്പോൾ ഈവൻ ജപ്പാൻ കമ്പനീസ്, ജർമ്മൻ കമ്പനീസ്, പബ്ലിക് സെക്ടറിൽ നിന്ന് പുറകോട്ട് പോയ അമേരിക്ക, ദേ വാണ്ടഡ് സം പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇൻ ദ പബ്ലിക് ഗവൺമെൻറ്. ദ ഫെഡറൽ ഗവൺമെൻറ് വാണ്ട് സം ഷെയർ ഇൻ ദി ന്യൂ companies. That means public finance is very important. Public spending is very important. And if Kerala was very negatively affected by reducing our investment of 2,50,000 crores in 5 years, means നമ്മുടെ GSDP-യിലെ വളർച്ചയിൽ ഒരു 4-5 ലക്ഷം കോടി രൂപ ഒരു വർഷം കുറഞ്ഞിട്ടുണ്ടാവും. So this is a question for the future of Kerala. There should be a united movement. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവും, മീഡിയ ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഫോർ കേരള ദ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് കം, പബ്ലിക് ഫൈനാൻസ് ഷുഡ് കം, ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്സ്, നമുക്ക് കിട്ടേണ്ട ഏറ്റവും ന്യായമായ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് കം ടു ദി സ്റ്റേറ്റ്. അതായിരിക്കണം ഒന്നാമത്തെ. അല്ലാതെ ബാക്കി എന്ത് ചെയ്താലും, whatever you can do, we can do the activities in different areas. But ഈ ഫൈനാൻസിൻ്റെ കാര്യത്തിനകത്ത് ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് സ്പെൻഡിങ് വളരെ പ്രധാനമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പെൻഡിങ് വളരെ പ്രധാനമാണ്. നമ്മൾ കുറച്ച് അഡ്വാൻസ് ചെയ്തു പോയി. ബിക്കോസ് യു ഹാവ് ഓൾ ദ സ്കൂൾസ്, യു ഹാവ് ഓൾ ദ ഹോസ്പിറ്റൽസ്, യു ഹാവ് ഗുഡ് റോഡ്സ്, ദെൻ നോ നീഡ് ടു ഗീവ് യു. നിങ്ങൾ നല്ലതുപോലെ ഓടുന്നൊരു കുട്ടിയായതുകൊണ്ട് നിങ്ങൾക്ക് 200 മീറ്റർ ഓടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റവരും കൂടി ഇതേ വിദ്യാഭ്യാസത്തിലേക്ക് വന്നിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ വന്നിട്ടേ തരുമെന്നല്ല. നമ്മുടെ ഇഷ്യൂസ് ആർ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ്. വി ആർ ഫേസിങ് അതർ പോൾ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഭാവിയിലേക്ക് പോകേണ്ടത്. കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഈ രംഗത്ത് വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നു. നമുക്ക് നമ്മുടെ കൃഷിയുടെ മേഖലയിലും വ്യവസായത്തിൻ്റെ മേഖലയിലും ഒക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് സർവീസ് ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം അഭിമാനത്തോടെ ഞാൻ പറയാം, നമ്മൾ ഇത്തരം ഒരു ഡിഫിക്കൽട്ടിയിൽ ഞങ്ങൾ ചിലവ് കുറച്ചിട്ടില്ല. 9 വർഷം മുമ്പുണ്ടായിരുന്ന ടോട്ടൽ സ്റ്റേറ്റിൻ്റെ സ്പെൻഡിങ് 1 ലക്ഷം കോടിയായിരുന്നു. അത് ഈ കഴിഞ്ഞ വർഷം 1,75,000 കോടിയായി. ഈ വർഷം വി ആർ പ്ലാൻ ഫോർ എ 2 trillion, ബട്ട് some apprehension is there if the GST and other things are affecting, then whether we can reach to 2 trillion. But it is a big number. And our own resources is also going to cross by 5th year 1 trillion. This is also first time. ഞങ്ങൾ ഈ കട്ടിങ് എങ്ങനെയാണ്? വെറുതെ പറയുകയല്ല. വി ആർ ഗീവിങ് ഡാറ്റ. വി കനോട്ട് സേ സിംപ്ലി ദാറ്റ് എവറിത്തിങ് ഈസ് റെഡ്യൂസ്ഡ്. ദെൻ ഹൗ വി മാനേജ് അവർ സ്പെൻഡിങ് ഈസ് ഇൻക്രീസ്ഡ്. See, 1 lakh crore നിന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 years, if you take the average expenditure for 5 years, it is 1,15,000 per year. And now, in the last year, it is 1,75,000. We are expecting around 2 lakh this year, but our average will be more than 1,70,000 crores. In this difficult terrain, we achieved that also. So, 1,75,000 is the expenditure. How it has happened? Our original SOTR, state-owned tax revenue, was only 47,000 crore at the end of 21 because of COVID period. Now we are going to reach around 80,000-85,000 after this year. And our non-tax revenue is also from 7,000, we are going to around 20,000. So 1 ലക്ഷത്തിലധികം കോടി രൂപയിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾക്ക് ആ മേഖലയിൽ എത്താൻ പറ്റി എന്നുള്ളത് ഇത് കളക്റ്റീവാണ്. ബിക്കോസ് മെജോറിറ്റി ഓഫ് ദി എല്ലാ ഇവിടെ പങ്കെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഉദ്യോഗസ്ഥന്മാർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിട്ടാണ്. ജനത്തിൻ്റെയും ബിസിനസ്സുകാരുടെ എല്ലാം സഹായം കിട്ടിയിട്ടാണ്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കണക്കെടുത്താൽ 1,75,000 കോടിയാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൽ. ഐ എം ഹാപ്പി ടു സേ ദാറ്റ് KSFE, KFC, ലോട്ടറീസ്, ഇൻഷുറൻസ് ആൻഡ് നാഷണൽ സേവിങ്സ്, ഈ സ്ഥാപനങ്ങളെല്ലാം കൂടി വി ആർ ഹാവിങ് എ ടേൺ ഓവർ അറൗണ്ട് ദി സ്റ്റേറ്റ് ബഡ്ജറ്റ്. ഞങ്ങളധികം പുറത്ത് പറയാറില്ലത്. വി ഹാവ് 1 lakh crore, എക്സാക്ട്ലി 1,04,000, 1,04,000 കോടിയിലേക്ക് ഇപ്പോൾ KSFE എത്തിയിരിക്കുന്നു. ടോട്ടൽ ബിസിനസ്സാണ്.
ഞങ്ങൾ 8,500 കോടിയിലേക്ക് 10,000 കോടിയിലേക്ക് KFC എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനം. അത് വേറൊരു മോഡലാണ്, ബിസിനസ്സിന് ലോൺ കൊടുക്കുന്ന മോഡലുകളാണ്. ഞങ്ങളുടെ ലോട്ടറീസ് അതേപോലെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, കാരണം ഗവൺമെൻറ് റണ്ണാണത്. ഇറ്റ്സ് എ പൂളിങ്. ഗവൺമെൻറ് നാട്ടുകാരിൽ നിന്ന് പണം മേടിച്ചിട്ട് 97% തിരിച്ച് 2 ലക്ഷം ഏജൻറ്റുമാരുടെ അവരുടെ കമ്മീഷനായിട്ടും അതുപോലെ സമ്മാനമായിട്ടും എല്ലാം കൊടുക്കുന്ന, ടാക്സായിട്ടും കൊടുക്കുന്നതാണ്. നമ്മുടെ നാഷണൽ സേവിങ്സും സ്റ്റേറ്റ് ഇൻഷുറൻസും അതുമെല്ലാം ഒരു 30,000 35,000 മേളിൽ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നതാണ്. സോ വി ആർ ഡൂയിങ് ദാറ്റ്. ഓൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പെർഫോമിങ് വെൽ ഇൻ ദ കൺട്രി. ഞങ്ങളുടെ സ്റ്റേറ്റ് ഫൈനാൻസ് കോർപ്പറേഷനിൽ നമ്മുടെ സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു IT മേഖലയിലൊക്കെ നമ്മൾ 2 കോടി രൂപ വരെ 5% ഇൻട്രസ്റ്റാണ് കൊടുക്കുന്നത്. കാർഷിക മേഖലയിലാണെങ്കിൽ 10 കോടി രൂപ വരെ 6% ഇൻട്രസ്റ്റാണ് കൊടുക്കുന്നത്. KFC ഈസ് നൗ കോമ്പീറ്റിംഗ് വിത്ത് ദി ഷെഡ്യൂൾഡ് ബാങ്ക്സ്. റേറ്റ് ഞങ്ങൾ കട്ട് ചെയ്തു, പുതിയ സ്കീം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3 crore ആക്കാൻ ആലോചിക്കുന്നു, 15 കോടി ആക്കാൻ ആലോചിക്കുന്നു. പിന്നെ ഈ 10 കോടി രൂപ വരെ ഈ ബിസിനസ് ചെയ്യുന്ന ഇച്ചിരി ഗ്രോണപ്പായ കമ്പനികൾക്ക് വലിയ ഗ്യാരണ്ടി ഇല്ലാതെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ എസ്ക്രോ അക്കൗണ്ട് വെച്ചിട്ട് പലിശ കുറച്ച് 10 കോടി വരെ കൊടുക്കുന്നുണ്ട്. അത് 15 കോടിയാക്കാൻ ആലോചിക്കാം. ധാരാളം 1 ലക്ഷം ആൾക്കെങ്കിലും ഈ KFCയുടെ ഈ സ്കീം വഴി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി വരുന്ന നാളുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലകൾ എന്തൊക്കെയാണ്, അത് നമുക്കുള്ള സാധ്യതകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫ്യൂച്ചറിനെ സംബന്ധിച്ചും സംസാരിക്കേണ്ടതാണ്. ഈ ചർച്ചകൾ നടക്കേണ്ടതാണ്. നമ്മൾ ഈ സമയത്ത് വിഴിഞ്ഞം ഏറ്റവും എടുത്തു പറയാവുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റാണ്. വിഴിഞ്ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറയാം, അല്പം വിഷമവും അതിൻ്റെ കൂടെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങൾ, ഏറ്റവും വലിയ കപ്പലുകൾ എടുക്കാൻ പറ്റുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. ഏറ്റവും വലിയ തുറമുഖമായി ആകെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഞാൻ പറയുന്നില്ല. കപ്പലുകൾ എടുത്തുകൊണ്ട് മാത്രം വ്യവസായം വരില്ല. 3 ലക്ഷം ടൺ ഭാരമുള്ള കപ്പലെടുക്കുന്ന വളരെ അപൂർവം തുറമുഖങ്ങളെ ലോകത്തുള്ളൂ. അത് വിഴിഞ്ഞത്ത് വരുന്നു. ഇപ്പോൾ റിക്കാർഡാണ് അവിടുത്തെ ഈ നമ്മളവിടെ കൈകാര്യം ചെയ്യുന്ന കപ്പലുകളുടെ കാര്യത്തിൽ. അതിന് ഏകദേശം 7,000-8,000 കോടി രൂപ ചിലവായി. 2,000 കോടിയാണ് കൺസ്ട്രക്ഷനറുടെ എക്സ്പെൻഡിച്ചർ. ബാക്കി മുഴുവൻ പണവും ഈ ഫിനാൻഷ്യലി വളരെയേറെ ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത് കേരള ഗവൺമെൻറ് അലോൺ സ്പെൻഡ് ദാറ്റ് മണി ഡ്യൂറിങ് ദിസ്, മാക്സിമം സ്പെൻഡിങ് ഈസ് ഡ്യൂറിങ് ദിസ് ലാസ്റ്റ് 4 years. ഈ ഒരു പണവും വയബിലിറ്റി ഗ്യാപ്പ് പോലും കിട്ടാതെ നമ്മൾ ആ തുറമുഖം പൂർണ്ണമാക്കി. ഇപ്പോൾ 5-ാം തീയതി അത് അടുത്ത ഫേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്ത ഇതിലേക്ക് പോവാം. കപ്പൽ അടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുള്ള ചുറ്റുള്ള ടൗൺഷിപ്പ് വളരെ പ്രധാനമാണ്. ഇവിടെ പറഞ്ഞല്ലോ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റുക എന്നുള്ളത് പ്രധാനമാണ്. വൈ? ബിക്കോസ് ജനറലി എല്ലാ വലിയ എക്കണോമികളും പോർട്ട് ഡ്രിവൺ ആണ് ലോകത്തെ. പോർട്ടിൻ്റെ അടുത്തിപ്പോൾ പൂനെയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം ബോംബെയിലെ JNPTയിലാണ് എത്തുക. ഹരിയാനയിൽ നിന്ന് ഉണ്ടാക്കുന്നത് 1000 കിലോമീറ്റർ 1,020 കിലോമീറ്റർ ബൈ റോഡ് ദേ ആർ, അല്ലെങ്കിൽ 1,500 കിലോമീറ്റർ ബൈ റോഡ് ദേ ആർ ഗോയിങ്, ബൈ ട്രെയിൻ ദേ ആർ ഗോയിങ് ടു ദി പോർട്ട്. ദെൻ ഇതിനെ ലോഡ് ചെയ്തിട്ട് ദെൻ ദാറ്റ് ഷിപ്പ്, സ്മോൾ ഷിപ്സ് ഹാവ് ടു ഗോ ടു കൊളംബോ or Singapore or any other big ports. Then they are reloading it and it goes to the particular country. ഇവിടെ പോർട്ടിൻ്റെ കൊച്ചി പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡിഫിക്കൽറ്റിയൊക്കെ നേരിട്ട് ഒത്തിരി അനുഭവിച്ച പഴയ പോർട്ട് ചെയർമാനുണ്ട്. അതിന് പകരം ഇവിടെ കണ്ടെയ്നർ ടെർമിനൽ വന്നത് ആ സമയത്താണ്. പക്ഷെ അവിടെയും വരുന്നത് 70,000-അപ്പുറമുള്ള ടണ്ണുള്ള കപ്പൽ വരില്ല. 3 ലക്ഷം ടണ്ണുള്ള കപ്പൽ വിഴിഞ്ഞത്ത് വരും. അവിടുന്ന് ഒരു പ്രാവശ്യം ലോഡ് ചെയ്താൽ പിന്നെ നേരെ ഡെസ്റ്റിനേഷൻ കൺട്രീസിലേക്ക് പോകുമല്ലോ. സോ പോർട്ടിൻ്റെ ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിന് വലിയ സാധ്യതയുണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രശ്നമാണ്. അതത് വകുപ്പുകൾ ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് 700 കിലോമീറ്റർ അകലെയുള്ള കാസർഗോഡ് ഈസ് നോട്ട് ഫാർ അവേ ഫ്രം വിഴിഞ്ഞം. ബിക്കോസ് ഫ്രം ഹരിയാന, ഫ്രം ചണ്ഡീഗഡ് ദേ ഹാവ് ടു ട്രാവൽ 1,500 കിലോമീറ്റർ 2,000 കിലോമീറ്റർ ടു ബോംബെ ഓർ ഗുജറാത്ത് ഫോർ ലോഡിങ് their things. So 800 kilometers is not a far away. So entire Kerala or surrounding part can be a very good developed thing for the port development, port-based development. പക്ഷേ ഏർലി ബേഡ്സിനെ ബെനിഫിറ്റ് കിട്ടും. കേരളം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കും ആ ബെനിഫിറ്റ് കിട്ടും. സോ വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് ഇൻ എ വെരി ഫാസ്റ്റ് വേ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് വരാവുന്ന ധാരാളം വ്യവസായങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കി ചെയ്തിട്ട് വീണ്ടും അതിനെ വാല്യൂ ആഡഡ് ആയിട്ട് അയക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങൾ ഈ പോർട്ടിലുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ പൊല്യൂട്ടിംഗ് അല്ലാത്ത ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ള സാധാരണ കാര്യങ്ങളൊക്കെ ഇപ്പം ITS ബേസ്ഡ് ആയിട്ട് തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. ധാരാളം നമുക്ക് പറ്റുന്ന ടെക്നോളജി അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പുറത്തു പോകുന്ന ആളുകൾ പലതും ഇവിടെ നേരത്തെ പറഞ്ഞു നഗരങ്ങളിലെ ശ്വാസം മുട്ടലും ഒക്കെ ഒഴിവാക്കി നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ
ഈ പ്രായമായ രക്ഷകർത്താക്കൾ ഒക്കെ മാത്രമായി ഒരുങ്ങുന്നു, നമ്മുടെ ഡെമോഗ്രഫി വരുന്ന മാറ്റം, ഇതൊക്കെ കൊണ്ട് തന്നെ ധാരാളമായി നമ്മുടെ ആളുകൾ നാട്ടിൽ നിന്നേ പറ്റൂ. ഈ പറഞ്ഞ പോർട്ട് മാത്രമല്ല, മറ്റ് ഇൻഡസ്ട്രിയും. ഇപ്പോൾ IT നമുക്ക് സാമാന്യം നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഈ സ്മാൾ വില്ലേജ് ക്യാൻ ബി എ ഹബ് ഫോർ എനി കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ IT സ്ഥാപനങ്ങൾ സുൽത്താൻ ബത്തേരിയിലുണ്ട്, ചാലക്കുടിയിലുണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലമാണ് കൊട്ടാരക്കര. അപ്പോൾ സോഹോയുടെ ക്യാമ്പസ് ദേ സ്റ്റാർട്ടഡ് ദെയർ. സോ ദെയർ എ വേൾഡ് ഫേമസ് കമ്പനി. സോ നമുക്ക് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, ഓപ്പൺ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഫിൻടെക്കിൻ്റെ രംഗത്തൊക്കെയുള്ള കമ്പനികൾ, പല കമ്പനികളും നമ്മുടെ റീജിയണലായിട്ടുള്ള സിറ്റീസിൽ വരുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് പറ്റുന്ന ആളുകളുണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു മോഡലായിട്ട് എത്താൻ പറ്റും. അതിനൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ സഹായിക്കാവുന്ന ആളുകൾ ഇവിടെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയ മോഡലാണ്. അപ്പോൾ അത്തരം ആളുകളെ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ, ഞാൻ നേരത്തെ കിഫ്ബി പറഞ്ഞതുപോലെ KDISC നമുക്ക് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. KDISCിൻ്റെ കുറച്ച് ഇനിഷ്യേറ്റീവ് ആ രംഗത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അതിന് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, അതിനെ കൂടി ക്ലബ് ചെയ്തിട്ട് നോളജ് ബേസ്ഡ് എക്കണോമിയാണ്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സാധ്യതകളാണ്. നാട്ടും പുറത്തുള്ളവരൊക്കെ വേൾഡ് ഫേമസ് ആളുകളായിട്ട് മാറുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ ആദ്യത്തെ ഈ വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നു. അത് കുറേ സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊട്ടാരക്കര. കാരണം അവിടെ BSNLൻ്റെ ഒരു സ്ഥലം അവർ വാടകയ്ക്ക് കൊടുക്കാനുള്ള സ്ഥലം കിട്ടിയതുകൊണ്ട് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. 150 പേർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളെ, ചെറിയ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ളവരെ വിളിച്ച്, വലിയ ആളുകൾ അങ്ങോട്ട് പെട്ടെന്ന് വരുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ സോഹോ വന്നതുകൊണ്ട് കുറേ കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു സ്ഥാപനം, അവിടെ ഇതിന് വന്നതല്ല, വാസ്തവത്തിൽ അവർ IT മേഖലയുള്ളവരല്ല. പക്ഷേ ചായക്കാരി എന്ന് പറഞ്ഞ് കട നടത്തുന്ന തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൻ്റെ അടുത്തൊക്കെ നടത്തുന്നൊരു ചെറുപ്പക്കാരാണ്, ആങ്ങളെയും പെങ്ങളുമാണ്. അവരിപ്പോൾ ആലോചിക്കുന്നത്, ഞങ്ങൾക്ക് ഈ സാധനം പുറത്തൊക്കെ ആരംഭിക്കും, നല്ല ഡിമാൻഡ്, ഇപ്പോൾ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിത് മെൽബോണിൽ ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു, വേറൊരിടത്ത് തുടങ്ങാൻ പോകുന്നതാണ്. അത് നമ്മുടെ നാട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അവരുടെ ആ റെസിപ്പിയൊക്കെ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞത്, പീപ്പിൾ ആർ തിങ്കിങ് ഗ്ലോബലി, ലീവിങ് ഹിയർ, ബട്ട് ദേ ആർ തിങ്കിങ് ഗ്ലോബലി. അപ്പോൾ ഓൺലൈനായിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു പുതിയ ഇനിഷ്യേറ്റീവുള്ള ഒരാളെന്ന് വിളിച്ചുള്ളൂ, IT വിചാരിച്ചില്ല. എനിക്ക് ഒരു 5 സീറ്റ് വേണം അവിടെ. കാരണം ഞങ്ങൾ പിന്നെ ഇ-കൊമേഴ്സ് ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് 5 സീറ്റ് ഞങ്ങളവിടെ വരാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചല്ല. ധാരാളം ആളുകൾ ഇങ്ങനെ നാട്ടിൻപുറത്ത് ചെയ്യാനും ഒക്കെ വരുന്നു. അപ്പം വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ പല ആളുകളും വിദേശത്ത് ജോലി വരുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മയും പ്രായമായതുകൊണ്ട് നാട്ടിൽ വരുന്നു, ഫാമിലി വെയിലായതുകൊണ്ട് മക്കളും ഒക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിൽ തന്നെ, ദൂരെ പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് കോഴിക്കോട്ടോ കൊട്ടാരക്കരയോ കോട്ടയത്തോ പാലായിലോ ഒക്കെ തൊട്ടടുത്തേക്ക് പോയി വർക്ക് ചെയ്യാൻ, പോയിട്ട് വരാൻ പറ്റുന്ന ഒരു 20-30 കിലോമീറ്റർ അടുത്താണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം സാധ്യതയുണ്ട്. അത് നന്നായി ടാപ്പ് ചെയ്യാൻ പറ്റുന്നു കേരളത്തിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ നല്ല ശമ്പളത്തിൽ അമേരിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 ചെറുപ്പക്കാരാണ് സുൽത്താൻ ബത്തേരി. സാധാരണഗതിയിൽ ഒരു IT പാർക്ക് തുടങ്ങാൻ സാധാരണ ആലോചിക്കില്ല. അവർ സ്വന്തമായിട്ടുള്ള സ്ഥലത്താണ് ഡെവലപ്പ് ചെയ്തത്. ഞാനിപ്പോൾ ഗവൺമെൻറ് ഒരു പദ്ധതി വെച്ചു, ചെറിയ IT പാർക്കുകൾക്ക് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ പബ്ലിക് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഓൺ യുവർ സ്പേസ് എന്ന് പറയുന്ന OYO എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വെച്ചു. അവർക്ക് അതിന് ലോൺ കൊടുക്കുന്നൊരു പദ്ധതി ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരാൻ പറ്റും. നമ്മുടെ നോളജ് ബേസ്ഡ് എക്കണോമിയെ എല്ലാ മേഖലയിലും, അത് നോട്ട് ഓൺലി അബൌട്ട് IT ഓർ ITES ഓർ പർട്ടിക്കുലർ ഇൻഫ്രാസ്ട്രക്ചർ, ഈവൻ ഫോർ ഫുഡ് ഇൻഡസ്ട്രി കേരളയ്ക്ക് വളരെ വലിയ സാധ്യതയുള്ള പല മേഖലയുണ്ട്. വി ക്യാൻ തിങ്ക് അബൌട്ട് ഫോർ ദ ഫ്യൂച്ചർ. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമുക്ക് അഗ്രികൾച്ചറിൻ്റെ മേഖലയിൽ പഴയതിനേക്കാളും മാറി ചിന്തിക്കേണ്ട പലതുമുണ്ട്. നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടത്ര വന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, വിവാദമായതാണ് നേരത്തെ, നമ്മുടെ പ്ലാന്റേഷനുകൾ ലാൻഡ് റിഫോംസിൻ്റെ പരിധിയിലാണ്. പക്ഷേ അതൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ പറയുന്നത് ആ സ്പേസിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി വ്യവസായങ്ങൾ ഉണ്ടാക്കണമെന്നല്ല. ഇപ്പോൾ ഫ്രൂട്ട്സ്, വളരെയേറെ വില കിട്ടുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. 200 വർഷം മുമ്പ് വന്ന റബ്ബറിനോട് മാത്രം നമുക്കെന്തോ വികാരപരമായ ബന്ധമുണ്ട്, പറങ്കമാവിനോട് മാത്രം വികാരപരമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ തരത്തിലുള്ള അവക്കാടയോ പിന്നെ റംബൂട്ടാനോ, ഈവൻ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒരു ഏക്കറിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നതാണ്. ഐ പേഴ്സണലി വിസിറ്റ് ആൻഡ് പിന്നെ ഞാൻ കർഷക സംഘത്തിൻ്റെ ഒരു സംഘടനയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു നേരത്തെ. കൃഷി ഉള്ള താല്പര്യമുള്ള ഒരാളെന്നതിൽ ഇത്തരം സ്ഥലങ്ങൾ കാണാൻ പോയിട്ട് ഞാൻ പറയുന്നത്, അവിടെയൊക്കെ ഇതുപോലെ കൃഷി പറ്റും. ഇതുപോലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ള സാധനമാണ് ഈ കട്ട് ഫ്ലവേഴ്സും കട്ട് ലീവ്സും. നമ്മുടെ ഇതുപോലെയൊക്കെയുള്ള സാധനം വെക്കുന്നതിന് അത് വലിയൊരു മാർക്കറ്റാണ്. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് ചെയ്തുകൂടാം? വിഴിഞ്ഞം, ഞാൻ ഓപ്പണായിട്ട് ഈ ഫോറത്തിൽ പറയണം, നമ്മളിവിടെ തീരുമാനിക്കാനല്ല, വിഴിഞ്ഞത്തിന് ചുറ്റുപാട് ലാൻഡ് കേരളത്തിലൊരു ഇഷ്യൂ അല്ലാന്ന് ഞാൻ പറയുന്നു. ടൂറിസത്തിനും ഇതുപോലുള്ള കാര്യത്തിനും വിഴിഞ്ഞത്തിന് ചുറ്റുപാട് നമുക്ക് 10,000 കണക്കിന് ഏക്കറുണ്ട്. ബട്ട് അത് തോട്ടമാണ്.
ഞാനൊരു കാര്യം അഭിപ്രായം പറയുന്നേ ഉള്ളൂ, ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വിവാദം വന്നാലും. എന്തുകൊണ്ട് നമുക്ക് അതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ പരിസ്ഥിതിയെ ബാധിക്കാതെ അവിടെ ഈ ഗോഡൗൺസും റിസോർട്ട്സും അല്ലെങ്കിൽ പിന്നെ അസംബ്ലിംഗ് യൂണിറ്റും ആയിക്കൂടാ, ഇൻഡസ്ട്രി ആയിട്ട് നിന്നാൽ മതി. ലാൻഡ് കനോട്ട് ബി കൺവേർട്ടഡ്. ലാൻഡ് കൺവേർഷൻ പാടില്ല എന്നാണ്. കൺവേർഷൻ മീൻസ് പ്ലാന്റേഷൻ്റെ നിയമം അനുസരിച്ച്. നമ്മൾ പഴയ പ്ലാന്റേഷൻ്റെ നിയമത്തിൽ മാത്രം നിന്ന് 2-3 പ്ലാന്റേഷൻ മാത്രമായിട്ട് നിന്നാൽ പോരാ, പുതിയ കാര്യങ്ങൾ വരണം. സ്പേസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് കേരളത്തിൽ അങ്ങനെ ദർ ഇസ് നോ ഡെർത്ത് ഓഫ് ലാൻഡ് ഹിയർ. വാട്ട് വി ആർ ആക്ച്വലി സെയിങ് ഈസ് കേരള ഈസ് തിക്ലി പോപ്പുലേറ്റഡ്, ലാൻഡ് ഈസ് എ പ്രോബ്ലം. അല്ല, ലാൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് ലാൻഡ് ദെയർ വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് പ്രോപ്പർലി. അത് ഇക്കോളജിയെ ബാധിക്കുന്ന തരത്തിൽ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എക്കോളജി സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് ഉപയോഗിക്കണം. അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ ന്യൂ പ്രാക്ടീസസ്, ട്രെൻഡ്സ് വി ഹാവ് ടു യൂസ്, ടെക്നോളജി വി ഹാവ് ടു യൂസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ലോകത്തെ ഏറ്റവും നല്ല പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്ന പ്രത്യേക ക്ലൈമറ്റുള്ള, ലോകത്തെ 2% ഫലത്ത് മാത്രമുള്ള ക്ലൈമറ്റുള്ള സ്ഥലമാണ് കേരളം, ഇതുപോലുള്ള ഹോർട്ടിക്കൾച്ചർ സെക്ടറിൽ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു ബോൾഡായ തീരുമാനം എടുക്കേണ്ടി വരും ഈ കാര്യത്തിൽ. അതിനകത്താണ് കുറച്ചുകൂടി ഓപ്പൺ ചർച്ച വേണമെന്നുള്ളതോട് ഞാൻ പറയുന്നത്, വിവാദത്തിനില്ല. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിന് എഡ്യൂക്കേഷനും ഹെൽത്തും നമ്മൾ പറയാറുണ്ട്. എഡ്യൂക്കേഷൻ, ഞാൻ റീസെൻ്റ്ലി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ 35% സീറ്റ് കാലി കിടക്കുക. കേരളത്തിനകത്ത് കേരളത്തിലെ എൻട്രൻസ് എഴുതുന്നവർക്ക് ചേരാൻ പറ്റും. ഇതും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഒരു മുന്നണിയുടെയോ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമല്ല എന്നുള്ള റിസർവേഷനോട് പറയുകയാണ്. എന്തുകൊണ്ട് ഈ 35% സീറ്റിൽ നമ്മുടെ കുട്ടികൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു? ആ സീറ്റിനകത്ത് മറ്റു കുട്ടികൾ 10,000-25,000 കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിക്കാൻ സൗകര്യം കൊടുക്കുകയാണെങ്കിൽ, വിത്ത് ഓൾ ദി കൺട്രോൾസ് ആൻഡ് ഓൾ ദി അതർ റെസ്ട്രിക്ഷൻസ്, 25,000 കുട്ടി ഒരു വർഷം പഠിക്കാൻ വരുവാന്ന് വെച്ചാൽ 25,000 കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെതായ എക്കണോമിക് ആക്ടിവിറ്റി വരും. ദേ വിൽ ഗോ ടു ദെയർ പ്ലേസ്. കേരളത്തിൽ എന്താ കേരളത്തിലെ സ്ഥിതി? ഡെമോഗ്രഫിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുക. വെൻ വി വർ സ്റ്റഡിങ്, 6 ലക്ഷം കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നിരുന്നു, 5.5 ലക്ഷം കുട്ടികൾ SLC എഴുതിയിരുന്നു. ഇപ്പോൾ 2,86,000 കുട്ടിയാണ് കഴിഞ്ഞ വർഷം കേരളത്തിലാകെ 1ാം ക്ലാസ്സിൽ ചേർന്നത്, ഇൻക്ലൂഡിങ് അൺഎയ്ഡഡ്, ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്. So population is coming down like any other developed countries. So it's a very serious matter. Now around 20% of the people are above 60. It will go to 25 or 30% in the future. അതുണ്ടാക്കുന്ന എക്കണോമിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ നമ്പർ കുറയും. പ്രായമുള്ളവരുടെ എല്ലാം നമ്പർ കൂടുമ്പം ഡിപ്പെൻഡൻസ് മാത്രമല്ല, പീപ്പിൾ ഷുഡ് ബി ഹിയർ, അവർ ചിൽഡ്രൻ ഷുഡ് ബി ഹിയർ, പീപ്പിൾ ഷുഡ് ബി ഹിയർ, ബിക്കോസ് അതർവൈസ് ദിസ് വിൽ ബി ആൻ ഓൾഡ് ഏജ് ഹോം. അപ്പം അതുകൊണ്ട് ഇപ്പം വലിയ തോതിൽ കേരളത്തിൽ നിന്ന് ആൾ പുറത്തേക്ക് ഓടിയൊന്നും പോകുന്നില്ല. ആ കണക്ക് തെറ്റി. നേരത്തെ പോയിരുന്നു 2 വർഷം. കാരണം ദേ വെൻ ദെയർ ഫോർ ഗെറ്റിംഗ് സം എംപ്ലോയ്മെൻറ്റ് ഇൻ UK ഓർ കാനഡ. നൗ ദറ്റ് ഈസ് സ്റ്റാഗ്നേറ്റഡ് ആൻഡ് പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ദെയർ. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പോയിരുന്ന എഡ്യൂക്കേഷന് വേണ്ടി വേണ്ടത്ര ഗുണം അവർക്ക് കിട്ടിയില്ല. ഇപ്പോൾ അവർ നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംഗതി വേണം. ഞാൻ എഡ്യൂക്കേഷൻ്റെ ഹബിൻ്റെ കാര്യം പറഞ്ഞത്, നമുക്ക് സാമാന്യം നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, എന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടണം. ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സ്റ്റാൻഡേർഡ് അല്ല, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മുന്നേ നിൽക്കുന്ന 10-നും 15-നും 20-നും ഒക്കെ ഇടയ്ക്കുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്കുണ്ട്. സോ വി ഹാവ് ടു ഡെവലപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ്. അവരുടെ കാര്യം നോക്കി നമുക്ക് എഡ്യൂക്കേഷൻ ഹബ്ബാവണം. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ വേണം. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് വരാം. ചെലവിൻ്റെ കാര്യം നോക്കുമ്പം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഡൽഹി മെഡിക്കൽ കോളേജിലാണ്. അയാളെ ഒരു സുഹൃത്ത് വിളിച്ചു എന്നോട്, ഞാൻ ഇരിക്കുമ്പോഴാണ് പറഞ്ഞു, അമേരിക്കയിലെ സുഹൃത്താണ്, IT മേഖല വർക്ക് ചെയ്യുന്നതാണ്, അവന് പനി, ചുമ, മറ്റ് ലക്ഷണങ്ങളൊക്കെ, എന്താ മരുന്ന് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫോണിൽ കൂടെ ആണോ ഇങ്ങനെ മരുന്ന് ചോദിക്കുന്നത്? അപ്പോൾ ഇതേ കാര്യം അയാളുടെ സുഹൃത്തിനോട് ചോദിച്ചത്. അയാൾ പറഞ്ഞു, അമേരിക്കയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ 2.5 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയാവും. ഈ ലക്ഷണമൊക്കെ നോക്കി എനിക്ക് നാട്ടിൽ വരാമെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ചികിത്സിച്ച് പോകണം, നല്ല അവിടെ ജീവിക്കുന്ന ആളാണ്. ഒന്ന് പോയി ചെക്കപ്പ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ 2.5 ലക്ഷം രൂപയാവും. നമ്മുടെ ഇവിടെ സ്റ്റെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതിനൊക്കെ വലിയ സമരം നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. പണ്ട് പാരാസെറ്റമോൾ കിട്ടാത്തതിനായിരുന്നു പരാതി, ഇപ്പോൾ സ്റ്റെൻറ്റ് കിട്ടാത്തതിനാണ്. ശരിയാണ്, ചില സമയത്ത് അത് കിട്ടാതെ വരും. 42 ലക്ഷം ആളുകൾക്ക് എത്ര രൂപ വരെ ചിലവായാലും 5 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ചിലപ്പോൾ 7 ലക്ഷം 8 ലക്ഷം ഒക്കെ ഓപ്പറേഷൻ വരുമ്പോൾ ചിലപ്പോൾ ചില കണ്ടീഷൻസ് വരും. പണ്ട് മരുന്ന് തന്നെ കിട്ടാത്തതായിരുന്നു ഒരവസ്ഥ, ഇപ്പം അങ്ങനല്ല. അങ്ങനെ ഉള്ള സൗജന്യ ചികിത്സ മാത്രമല്ല, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണമെങ്കിലും ചിലവ് കുറച്ച് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഏറ്റവും വലിയ നമ്പർ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കിത് ആവുന്നതിന് സഹായം വേണ്ടി വരും. അങ്ങനെ സാമ്പത്തികമല്ല, ടെക്നോളജിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് അഡ്വൈസും നമ്മളിങ്ങനെ പോളിസി ഇടുന്നുണ്ട്. എങ്ങനെ നമുക്ക് പുറത്തുനിന്നുള്ള ആളുകളെ വെൽനസ് മാത്രമല്ല സീരിയസ് ട്രീറ്റ്മെൻറ്റിനും കൊണ്ടുവരാം, വെൽനസ്സിനും കൊണ്ടുവരാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഈ ഡെമോഗ്രഫിയിലെ പ്രശ്നം, ഈ പോപ്പുലേഷൻ കൺട്രോൾ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ആളുകൾ നിൽക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കെയർ എക്കണോമി.
പ്രായമുള്ളവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കണം. രണ്ട് തരത്തിലാണത്. ഒന്ന്, നമ്മുടെ ഇവിടെ പ്രായം എന്ന് പറഞ്ഞാൽ 56 വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ റിട്ടയർമെൻറ്റിനുള്ള പ്രായമല്ല, ഇപ്പോഴത്തെ ജോലിയുടെ കമ്പൽഷൻ കാരണം ചെയ്യുന്നു. 90-80 വയസ്സ് വരെയൊക്കെ ആക്റ്റീവായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള ഒരു കാര്യം അനൗൺസ് ചെയ്തു കഴിഞ്ഞ ബഡ്ജറ്റിൽ, ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിന് മേളിൽ 60 ഉദ്ദേശം 50 വയസ്സിന് മേളിലുള്ള ആൾക്ക് സർക്കാരിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലാതുള്ള ആയിക്കോട്ടെ അവർക്കൊരു ബിസിനസ് തുടങ്ങണം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കാണല്ലോ. ഇതിനൊരു സ്റ്റാർട്ടപ്പ്, അതിന് നമ്മുടെ മനസ്സിലുള്ള പ്രേരണ എന്താണെന്ന് വെച്ചാൽ KFC തുടങ്ങിയത് 60-65 ഇയേഴ്സിലാണ്. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, അദ്ദേഹം പലതവണ പല ജോലിയും നോക്കിയിട്ട് അവസാനം ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് പോയിട്ടും വിജയിക്കാതെ വീണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ തുടങ്ങി ലോകത്തെ വലിയ കമ്പനിയായത് അതിന് ശേഷമാണെന്ന് തോന്നുന്നു. ഇതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ പലരുമുണ്ട്. നമ്മുടെ ഇവിടെ അതല്ല, ചെയ്യാൻ പറ്റും, റിട്ടയർ ചെയ്തു, അതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാതെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ധാരാളം ഐഡിയാസ് ഉള്ള ആളുകളുണ്ട്. നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ അത്യാവശ്യം കുറേ വർഷം കൂടെ ഹെൽത്തി ജീവിക്കാൻ പറ്റും. ന്യൂ ഇന്നിങ്സ്. എന്നെ ശ്രീധർ ബംബു വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങൾ സംസാരിച്ചപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ അരാട്ടെ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വന്നപ്പം കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ സോഹോയും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, യുവർ ഐഡിയ അബൌട്ട് ദാറ്റ് ന്യൂ ഇന്നിങ്സ് ഈസ് വെരി ഗുഡ്. കാരണം ഒരു ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് പ്രായമായതിന് ശേഷം വലിയ എക്സ്പീരിയൻസിൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് പല മേഖലയിൽ ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഓഡിറ്റിൻ്റെ ഡയറക്ടർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഓഡിറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ഫേമുമായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് സാധനം തുടങ്ങിക്കൂടെ എന്ന് ആ എക്സ്പീരിയൻസ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് അത് നമുക്ക് അത്തരം മേഖലയിൽ ഈ പ്രായമുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാം. അതുപോലെ നമ്മുടെ KDISCും മറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ വലിയ തോതിലാണ്. നമ്മുടെ ഗ്രാമപ്രദേശത്താണ് വലിയ തൊഴിലില്ലായ്മ ഉള്ളത്. എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത വ്യവസായങ്ങളില്ല. അവിടെ സ്കില്ലിങ് കൊടുത്തിട്ട് വിജ്ഞാന കേരളം എന്ന നിലയിൽ വേണ്ടത്ര ആളുകളെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കലി അറിയാവുന്ന ആളുകളെ വേണ്ടത്ര കിട്ടാത്ത പ്രശ്നമുണ്ട്. ആ മേഖലയിലുള്ള പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ നേരത്തെ ACS സംസാരിച്ചപ്പോൾ മാഗ്നറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. വളരെ വലിയൊരു ശ്രീ ബാല ഇവിടെ ഉണ്ട്. അവർ ചെയ്യുന്ന അനുഭവങ്ങൾ പറയും. നമുക്ക് റെയർ എർത്ത് വളരെയേറെയുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫൈറ്റ് ചൈനയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റ് അമേരിക്കയ്ക്ക് വേണ്ടത്ര അയക്കാത്തതാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ റെയർ എർത്തിൽ നിന്ന് അതിന് ധാരാളം ഉപലോഹങ്ങളുണ്ട്, അതിൽ നിന്ന് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് നമുക്ക് നിർമ്മിക്കാം. ആ മാഗ്നറ്റ് നിർമ്മിക്കുന്നതിന് പോകാൻ പറ്റുന്നതിൻ്റെ അടക്ക സാധ്യതകൾ ഇവിടെ പറയുന്നു. അത് നമുക്ക് സംസാരിച്ചിട്ട് പൊതുവിൽ കാര്യങ്ങൾ പോകേണ്ടതാണ്. ഇപ്പോൾ ടൈറ്റാനിയം സ്പോഞ്ച് വരെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. കേരളത്തിൽ കൊല്ലത്ത് ചവറയിൽ ടൈറ്റാനിയം സ്പോഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ടൈറ്റാനിയം മെറ്റലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ഈ പറഞ്ഞ റെയറത്തിൻ്റെ കാര്യത്തിനകത്ത് അത് ഉപയോഗിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം. അതിന് വലിയ തോതിലുള്ള എക്സ്കവേഷനൊന്നും വേണ്ട. ഓൾറെഡി കിട്ടുന്ന മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതുപോലുള്ള ഏരിയകൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കേരളത്തിൻ്റെ മാത്രമായ ചില പ്രത്യേകതകളാണത്. അതേപോലെ നമ്മുടെ ഈ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ കൊച്ചിൻ, ബാംഗ്ലൂർ, മംഗലാപുരം, കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, പിന്നെ കണ്ണൂർ തുടങ്ങി IT പാർക്കിൻ്റെയും ഡെവലപ്മെൻറ്റ് മേഖലയ്ക്കൊക്കെയുള്ള സ്കീംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ മേഖലയിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച കൂടി കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നടക്കുമ്പോൾ കാര്യമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ ഇപ്പോഴും നമ്മുടെ റിസോഴ്സസ് പൂൾ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരണം. എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ വൻ കോൺട്രാക്ടർമാർ ഇപ്പോൾ വലിയ കമ്പനികളില്ല, വളരെ കുറച്ചുള്ളൂ. എല്ലാം ഒരാളെങ്കിലും 3-4 കമ്പനികളേ ഉള്ളൂ. അപ്പോൾ ഓരോ മേഖലയിലും നമ്മുടെ എക്സ്പെർട്ടൈസും ഇത് വാസ്തവത്തിൽ വൻകിട വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ, ഇതുപോലെ നമ്മുടെ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ പല കാര്യങ്ങളിലും നമുക്ക് കേരളത്തിൽ വരണം. അതിനകത്ത് രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് ഏത് കാര്യത്തിനും ധാരാളം ചർച്ച ചെയ്യുന്നൊരു സമൂഹം എന്ന നിലയിൽ ആ ചർച്ചയൊക്കെ ഇനിയും തുടരാം. പക്ഷേ കേരളത്തിന് സാമ്പത്തികമായി കിട്ടേണ്ടത് കളക്റ്റീവായി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷം BJP എന്നൊന്നും വ്യത്യാസം കാണരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിന് കിട്ടേണ്ട റിസോഴ്സസ് വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ബിക്കോസ് very specifically we are saying about this is the data. We were getting this and now we are not getting this. So we have to get the eligible amount to the state. Public spending അതുപോലെ കണ്ടീഷൻ വെച്ചിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പല സ്കീംസ് ഉണ്ട്. നമുക്ക് സ്കൂളുകൾ പണിയാൻ പണം വേണ്ടല്ലോ, ആശുപത്രി പണിയാൻ പണം വേണ്ടല്ലോ. We want second generation issues because we are having a very huge number of old people, double the size of the all India pattern. നമ്മൾ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞു. How we will help them? Then we have a very huge number of Pravasis, Gulf returnees, migrants,
റിവേഴ്സ് മൈഗ്രൻസ്. അവരുടെ എങ്ങനെ 22% 22% ഓഫ് ദി ടോട്ടൽ റെമിറ്റൻസ് ഓഫ് ഇന്ത്യ ഈസ് കമ്മിങ് ഫ്രം ദി പ്രവാസീസ് ഓഫ് കേരള. എക്സ്പോർട്ട് പ്രൊമോഷൻ ഉണ്ട്, നിങ്ങൾക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ദർ ഇസ് എ സ്കീം ഫോർ പ്രൊമോഷൻ. ബട്ട് ഈ ഹ്യൂമൻ സർവീസിന് ഒരു സ്കീമും ഇല്ല, അവർക്കൊരു ചെറിയ പെർസെൻറ്റേജ്. സോ ദീസ് ആർ സം ഏരിയാസ് വെയർ വി നീഡ് എ യൂണിഫൈഡ് എഫേർട്ട്. നമ്മുടെ കേരളത്തിന് ഒരു സംശയവുമില്ല, നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു ഗുണം, ദർ ഇസ് എ കണ്ടിന്യൂറ്റി ടു ഫിനിഷ് ഓൾ ദീസ് തിങ്സ്. ഒരു ചെയ്തു, അത് കഴിഞ്ഞ് ചെയ്തതിൻ്റെ തുടർച്ചയില്ല. ഇപ്പം ഞാൻ പറയാറുണ്ട്, സാലറി ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചതും കൊടുത്തത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 3-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു. മെയ് 20-ാം തീയതി പുതിയ ഗവൺമെൻറ് വന്നു. ഈ ഗവൺമെൻറ് അല്ല വരുന്നതെങ്കിൽ ചിലപ്പോൾ അതേപോലെ അത് തുടരില്ല, കാരണം മുമ്പ് അങ്ങനില്ല. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തു, പക്ഷേ അത് നടത്തുകയും ചെയ്തു. കിഫ്ബി ചെയ്ത കാര്യങ്ങൾ, മറ്റ് ഡെവലപ്മെൻറ്റ്, നാഷണൽ ഹൈവേ മുതൽ എല്ലാ മേഖലയിലും അത് ഒരു കണ്ടിന്യൂറ്റി കിട്ടി എന്നുള്ളത് പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തി. ആ പ്ലാറ്റ്ഫോമിൽ ഇത് മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്തി. അത് കൂടുതൽ ശക്തിപ്പെട്ട് വരണം. അതിന് കേരളം കൂടുതൽ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും പൊട്ടും പുറകോട്ട് പോകാൻ പോകുന്നില്ല. കേരളം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ടേ വരുള്ളൂ. അതിനുള്ള എല്ലാ അടിസ്ഥാനവും നമുക്കുണ്ട്. ആ അടിസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ചർച്ചകളും പ്ലാനിങ്ങും ഭാവിയിലേക്ക് വേണം. അതനുസരിച്ചിട്ട് വിശദമായൊരു ഡിസ്കഷനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ കാര്യങ്ങളുമായിട്ട് എന്ന നിലയിലാണ് ഇത്തരം ഒരു സെമിനാർ ആലോചിച്ചത്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ പ്രവർത്തനങ്ങൾക്കാകെ വേണം. നല്ല ചർച്ചകൾ വേണം. തുടർന്ന് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസ്ഥാന ധനകാര്യ വകുപ്പിനും ഗവൺമെൻറ്റിനും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സജീവമായി ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശംസകൾ അർപ്പിക്കുന്നു.